ഹായ് കൂട്ടുകാരെ, കോറ അഥവാ റാഗി, മുത്താറി എന്നൊക്കെ പറയും കൊണ്ടുള്ള ഒരു ഔഷധ ഗുണമുള്ള കഞ്ഞിയാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാൻ 1/2 ഗ്ലാസ് അളവിലാണ് കോറ എടുത്തിട്ടുള്ളത്. ഇത് രക്തക്കുറവുള്ളവർക്ക് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കഴിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാം. ഇത് ഞാൻ നല്ലപോലെ കഴുകി എടുക്കാനാണ് പോകുന്നത്. 2 മണിക്കൂർ നേരം ഇത് വെള്ളത്തിൽ കുതിർത്തെടുക്കണം, അല്ലെങ്കിൽ ഇത് വയറിന് അസുഖം വരുത്തും. ഒരുപാടൊന്നും ഇത് കട്ടിയോടെ കുടിക്കുവാനും പാടില്ല. ഇനി ഇത് ഞാൻ നല്ലോണം കഴുകി ഊറ്റി കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കണം. ഞാനൊരു മൺചട്ടിയിലാണ് ഇത് പാചകം ചെയ്യുന്നത്. ഒരു അരിപ്പ വെച്ച് ഈ വെള്ളത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. കുറച്ച് കുറച്ചായി അരിച്ചെടുക്കണം. ഇതിന് നല്ലപോലെ ഉമി ഉണ്ടായിരിക്കും. ആ ഉമി കളഞ്ഞില്ലെങ്കിൽ വയറുവേദന ഉണ്ടാവും. അപ്പം ഇങ്ങനെ മൊത്തം നമുക്ക് അരിച്ചെടുക്കാം. ഇതിലെ മാവ് മൊത്തം ഈ വെള്ളത്തിലേക്ക് കലരണം. ഇതിൻ്റെ ഉമി പെടാനും പാടുകയില്ല. കുറച്ചൊക്കെ പെട്ടാലും കുഴപ്പമില്ല, അതിൻ്റെ തവിടല്ലേ. 2 മണിക്കൂർ തന്നെ ഇത് കുതിർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇത് തെളിഞ്ഞ് വരികയാണ്. ഇങ്ങനെ ഞാൻ മൊത്തം അരിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പം ഇത് മൊത്തം അരിച്ചെടുത്ത് കഴിഞ്ഞു. ഇത്രയും ഉമിയാണ് ഈ 1/2 ഗ്ലാസ് കോറയിൽ. ഇതിനെ ഞാൻ കളയും. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലൊരു കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മൺചട്ടിയിൽ ഇത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അലുമിനിയം ചട്ടിയിലൊക്കെ നമ്മളിത് പാകം ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറുകിപ്പോവും. പിന്നെ അത് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മൺചട്ടിയിലാകുമ്പം ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നല്ലൊരു കഞ്ഞിയായി ഇത് മാറും. ഞാൻ കുറച്ച് ചുടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തിളയ്ക്കുവാൻ വേണ്ടി, ഇതിലൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇതത് നല്ല പോലെ ഒരു കഞ്ഞിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തീ ഓഫാക്കണം. കോറ വേവണം, വെന്തില്ലെങ്കിൽ വയറുവേദന വരും. അപ്പം ഞാൻ നല്ലപോലെ ഇളക്കി ഒരു 10 മിനിറ്റ് അളവിൽ ഇളക്കി ഇതാ ഇങ്ങനെ ഒരു പരുവത്തിൽ ആക്കിയിട്ടുണ്ട്. നല്ല ഒരു കഞ്ഞിയായി വന്നിട്ടുണ്ട്. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇനി കുറച്ച് ചുടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഇരുന്ന് കുറുകും. കഞ്ഞി പോലെ കുടിക്കാനുള്ളതല്ലേ. ഇപ്പോൾ ഇതാ നല്ലൊരു പരുവായി വന്നിട്ടുണ്ട്. ഉപ്പ് പാകത്തിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. കൂടാനും കുറയാനും പാടുകയില്ല. നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഞാനിതിലേക്ക് വറുത്തിടാനാണ് പോകുന്നത്. കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു മണം കിട്ടാനാണ് കഞ്ഞിക്ക്. ഒപ്പം തന്നെ കുറച്ച് ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പൊടി എരിവിന്. ഇനി കുറച്ച് കറുവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ എണ്ണയിൽ പൊട്ടി വന്ന ശേഷം നമുക്ക് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആഹാ, നല്ല ഒരു മണം. കോറക്കഞ്ഞി അഥവാ റാഗിക്കഞ്ഞി. ഇനി ഇത് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇളം ചൂടോടുകൂടി ഇത് നമുക്ക് കുടിക്കാം. 2 പേർക്ക് ഈ കഞ്ഞി കുടിക്കാം. ട്രൈ ചെയ്യൂ. മഴക്കാലത്ത് നല്ലതാണ്, ഔഷധ ഗുണമുള്ളതാണ്. 10 തരം കഞ്ഞിയിൽ മറ്റൊരു കഞ്ഞി കൂടി പരിചയപ്പെടുത്തി കഴിഞ്ഞു.